പരിശുദ്ധമായ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം. പുന്നക്കൽ ജുവലേഴ്സ്, ആലപ്പുഴ, എരമല്ലൂർ, തുറവൂർ, വൈക്കം. CPI ഫോർട്ട് കൊച്ചി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം AIYF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ ഉദ്ഘാടനം ചെയ്തു. CPI ഫോർട്ട് കൊച്ചി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം AIYF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ ഉദ്ഘാടനം ചെയ്തു. പറയാറുണ്ട്, സാമാന്യ ബോധമുള്ളവർ പറയാറുണ്ട്, ഈ രാജ്യത്തിന്റെ ഭരണം നിയന്ത്രിക്കപ്പെടുന്നത് രണ്ട് കോണുകളിൽ നിന്നാണ്. ഒന്ന് നമുക്കറിയാം, RSSന്റെ ആസ്ഥാനമായിട്ടുള്ള നാഗ്പൂരിൽ നിന്ന്, മറ്റൊന്ന് ഈ രാജ്യത്തെ കോർപ്പറേറ്റ് സംഘത്തിന്റെ കൺസോർഷ്യത്തിന്റെ ഭാഗത്തു നിന്ന്. അങ്ങനെ രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നും ഈ രാജ്യത്തിന്റെ ഭരണം നിയന്ത്രിക്കപ്പെടുമ്പോൾ ഇവിടെ നിരാലംബരാകുന്നത്, ഇവിടെ ജീവിതം തകർത്തെറിയപ്പെടുന്നത് സാധാരണക്കാരുടെയാണ്. പട്ടിണി കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് വില കുറയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നവരാണ്. അധികാരത്തിലെത്തി 11 വർഷം തികയാൻ പോകുമ്പോൾ വിലക്കയറ്റത്തിന് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. 2 ദിവസങ്ങളിലായാണ് ഫോർട്ട് കൊച്ചി ലോക്കൽ സമ്മേളനം നടന്നത്. അനശ്വര ഗായകൻ H. മെഹബൂബിന്റെ സ്മരണക്കായി ഫോർട്ട് കൊച്ചിയിൽ സ്ഥാപിച്ചിട്ടുള്ള പാർക്കിൽ ലൈഫ് പദ്ധതിയുടെ 2 ഫ്ളാറ്റുകൾ പണിയുകയാണ്. പഴയ കോളനി പൊളിച്ച് പാർക്ക് പണിയുമെന്ന പ്രഖ്യാപനമാണ് ഉണ്ടായിട്ടുള്ളത്. മെഹബൂബിന്റെ സ്മരണക്കായി പുതിയ പാർക്ക് പണിയുമ്പോൾ കൂടുതൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഓപ്പൺ എയർ തിയേറ്ററും പാർക്കും നിർമ്മിക്കണമെന്നും റോഡിന് അഭിമുഖമായി കടകൾ പണിഞ്ഞാൽ നഗരസഭയ്ക്ക് വരുമാനമുണ്ടാകുമെന്നും CPI ഫോർട്ട് കൊച്ചി ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. നമുക്ക് അത്യാവശ്യം വാർത്താ മാധ്യമങ്ങളും അത്യാവശ്യം സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള ആളുകൾക്ക് പറയാം, നമ്മുടെ രാജ്യത്ത് അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ വില വർദ്ധിക്കുവാൻ കാരണമാകുന്നത് എന്താണ്? അവശ്യ വസ്തുക്കളുടെ വിലയുടെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയാണ്, ഇന്ധനത്തിന്റെ വിലയാണ്. ഇന്ധനത്തിന്റെ വില വർദ്ധിക്കുമ്പോൾ അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിക്കും, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കും. ഇന്ധനത്തിന്റെ വില കുറയുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയും. ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടാണ് വലിയ ചെലവ്. കൊച്ചിയുടെ ജനകീയ മേയറായിരുന്ന TM മുഹമ്മദിന്റെ സ്മരണക്കായി കമാലക്കടവ് മുതൽ വെളിവരെയുള്ള റോഡിന് TM മുഹമ്മദ് റോഡ് എന്ന നാമകരണം കൊച്ചി നഗരസഭ നൽകിയതാണ്. എന്നാൽ ഇപ്പോൾ ഈ പേര് മാറ്റിയിരിക്കുന്ന സാഹചര്യമാണ്. ഈ റോഡിന്റെ പേര് TM മുഹമ്മദ് റോഡ് എന്ന് നിലനിർത്തണമെന്നും വഴിയോര കച്ചവടക്കാർക്ക് വെൻഡിംഗ് സോണിൽ കടകൾ പണിത് നൽകുകയോ കച്ചവടക്കാർക്ക് കടകൾ പണിയാനുള്ള അനുവാദം നൽകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഫോർട്ട് കൊച്ചി ബീച്ചിൽ അമ്മമാർക്ക് മുലയൂട്ടുവാനുള്ള സൗകര്യവും ടോയ്ലറ്റ് സംവിധാനവും വെളിച്ചവും CCTVയും സ്ഥാപിക്കണമെന്നും 3ാമത്തെ റോഡുകളുടെ പണി എത്രയും വേഗം പൂർത്തിയാക്കി യാത്രാക്ലേശം പരിഹരിക്കണമെന്നും CSML നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രതിനിധി സമ്മേളനം മണ്ഡലം സെക്രട്ടറി MK അബ്ദുൽ ജലീൽ ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനത്തിൽ MK അബ്ദുൽ ജലീൽ, മുഹമ്മദ് അബ്ബാസ്, VL ജെറോം എന്നിവർ സംസാരിച്ചു. സ്രോതസ്സംഘം ചെയർമാൻ PK ഷിഫാസ് അധ്യക്ഷത വഹിച്ചു. VL ജെറോമിനെ സെക്രട്ടറിയായും PM അഷ്റഫിനെ അസിസ്റ്റന്റ് സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.